ഗുഡ് മോർണിംഗ്, ഹലോ, നമസ്തേ. എല്ലാവർക്കും ഉണ്ടല്ലോ നമ്മളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഇങ്ങ് ആന്ധ്രാപ്രദേശിലെ തെന്നാലി എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്നും സ്വാഗതമുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളിത് അങ്ങനെ ഇവിടെ എത്തി നമ്മളുടെ ശശിയേട്ടൻ്റെ കൂടെയൊക്കെ നിന്ന് ഇവിടുത്തെ ആളുകളുമായിട്ടൊക്കെ ഇടപഴകിയതിന് ശേഷം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നേരെ ഗ്രാമങ്ങൾക്കുള്ളിലൂടെ വിജയവാഡയിൽ നിന്നും വിശാഖപട്ടണം, ഇതെല്ലാം ആന്ധ്രാപ്രദേശിലുള്ള സ്ഥലങ്ങളാണ്, അങ്ങോട്ടേക്കാണ്. അപ്പം എല്ലാവരും പറയൂ. ഹിമാലയൻ മലനിരകളുടെ ഭംഗി ഏറ്റവും അധികം ആസ്വദിക്കാൻ സാധിക്കുന്ന ഭൂമിയിലെ സ്വർഗം കാശ്മീരിലേക്ക് ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ടൂർ സംഘടിപ്പിക്കുകയാണ്. അതിൽ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക. ഹൈവേ റോഡുകൾ വലിയ രീതിയിൽ വാഴ്ത്തിയെങ്കിലും ഇവിടുത്തെ ഗ്രാമങ്ങളിലേക്കുള്ള റോഡുകളുടെയൊക്കെ അവസ്ഥകൾ വളരെ മോശമാണ് കേട്ടോ. പലരും നമ്മളുടെ പുതിയ സുസുക്കി വിസ്ട്രോമിനെ പറ്റി അഭിപ്രായം ചോദിച്ചിരുന്നു, എങ്ങനെയുണ്ട് റൈഡ് ചെയ്യുക എന്നുള്ളത്. ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഹൈവേയിലൊക്കെ ഒരു രക്ഷയില്ലാത്ത വണ്ടിയാണ് കേട്ടോ. നമ്മളൊരു 100-120 പോയാലും വണ്ടി പ്രത്യേകിച്ച് ഒരു വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സ്മൂത്തായിട്ട് ഞങ്ങളെ രണ്ടുപേരെയും നമ്മുടെ ലഗേജും വലിച്ച് വണ്ടി ഓടുന്നു. കുറേ അധികം നേരമായിട്ട് നമ്മളെ കിടുക്കാച്ചി ഹൈവേ കൂടി ഓടിക്കൊണ്ടിരിക്കുമായിരുന്നു. അതിന് ശേഷം ജസ്റ്റ് ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങിയപ്പം മുതൽ രക്ഷയില്ലാത്ത ഹൈവേ ഉണ്ട്. പൊന്നെ നമ്മളെ പറ്റി തായ്ലൻഡ് അവിടെയൊക്കെ പോയപ്പോൾ കണ്ടില്ലേ, ഏകദേശം അതേപോലത്തേക്കുള്ള ഹൈവേ, ക്ലീനും സൈഡിലൊക്കെ പിന്നെ പൂക്കളൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയില്ല. ഇത് ഹൈവേ അല്ല കേട്ടോ, ഇത് നമ്മൾ ആ മെയിൻ ഹൈവേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഇത് സർവീസ് റോഡാണ്. ഇവിടെ വന്നപ്പോഴത്തേക്ക് കുറേ കിലോമീറ്ററുകളോളം ദൂരത്തിലായിട്ട് കാണുന്ന ഒരു കൃഷിയാണിത്. ഇത് നമ്മുടെ എണ്ണപ്പന കൃഷിയില്ലേ, അത് ഇവിടെ ഈ ഒരു ഏരിയയിൽ വലിയ രീതിയിലുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ അപ്പുറം മറ്റൊരു കൃഷി കൂടിയുണ്ട്. പറമ്പിലോട്ടുണ്ടല്ലോ, ഇതാ വെള്ളം ഇങ്ങനെ വിട്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഇവർ നനയ്ക്കുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അപ്പുറേ അത് അങ്ങ് ആ ഒരു ഭാഗത്തായിട്ട് വേറൊരു കൃഷി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വന്നിട്ട് നടന്നെത്തട്ടെ, വഴിയൊന്നുമില്ല. ഇനി വല്ല പട്ടീനെയും കാവൽ നിർത്തിയിട്ടുണ്ടോ എന്തോ. ഇതാ ഈ കാണുന്ന കൃഷി കണ്ടിട്ട് എന്താണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് നോക്കിയേ, ജസ്റ്റ് ഒന്ന് നോക്കിയേ. ആ ഒരു പുകയില തോട്ടത്തിലേക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. പുകയില ചെടി അത്യാവശ്യം ഉണ്ടല്ലോ, നമ്മളുടെ ഒരു ഹൈറ്റിന് പൊക്കം ഉണ്ടല്ലേ. അതിൻ്റെ മേലെ നിന്നുണ്ടല്ലോ, ഇവർ ഈ മേലെ ഭാഗത്തു നിന്നാണ് പറിച്ചു കൊണ്ടുപോകുന്നത്. ഇതുണ്ടോ? എനിക്കുണ്ട് ഏകദേശം ഇത്രയും പൊക്കം. ഇതിൻ്റെ മേലത്തെ ഭാഗം പൊട്ടിച്ച് അങ്ങാണ് ഇവർ കൊണ്ടുപോകുന്നത്. താഴത്തെ ചെടി അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവിടെ ഞാൻ നിങ്ങളെ വേറൊരു സാധനം കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഈ പുകലയ്ക്ക് പൂവുണ്ട്, പൂ. ഇതാ ഇത് കണ്ടോ, ഇത് പുകലേൻ്റെ പൂവാണ്. കണ്ടിട്ടുണ്ടോ നിങ്ങൾ പുകലപ്പൂ? വാ, പക്ഷേ ഉണ്ടല്ലോ മണമൊന്നുമില്ല. സോറി, ഇത് അത് പൊട്ടിച്ച് കൊണ്ടുപോകുന്നതല്ല, ഇല ഒന്ന് തടിക്കാൻ വേണ്ടിയിട്ട് മേലത്തെ ഭാഗം പൊട്ടിച്ച് വിടുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ഇലയാണ് തടിച്ച് വീർത്ത് സെറ്റായി വരുമ്പോൾ ഇതിനെ കൊണ്ടുപോയി ഇവർ പ്രോസസ്സ് ചെയ്ത് ആ ഒരു നമ്മളുടെ പുകയിലായിട്ട് മാറ്റും. ഈ പുകയില ചവയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള നീല കറുത്ത സാധനമില്ല എന്ന് പറയുന്നത് ഈ ഒരു ഇല ഇങ്ങനെ ഉണക്കി ചുരുട്ടി വരുന്നതാണ്. ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് ഏരിയയിൽ, കിലോമീറ്റർ കണക്കിന്, ഹെക്ടർ കണക്കിന് ഏരിയയിൽ ഇവിടെ പുകയില കൃഷിയാണ് കേട്ടോ. പുകയില കൃഷിനോടുണ്ടല്ലോ ചേർന്ന് തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കൃഷിയാണ് ഈ എണ്ണപ്പന കൃഷി. എന്തിനാ ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി കൂടുതലായിട്ട് ഫ്രീക്ക് പറയുന്നതായിരിക്കും. ഈ എണ്ണപ്പനയിലെ കൃഷി എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുഞ്ഞു കുഞ്ഞു ബദാം പോലത്തെ, ബദാമല്ല, ഈത്തപ്പഴം പോലത്തെ കായെല്ലാം അത് പ്രോസസ്സ് ചെയ്തിട്ട് നമ്മളതിന് ഓയിൽ ഉണ്ടാക്കും. എണ്ണപ്പനയുടെ മേലെ സാധനം സെറ്റായിട്ട് പഴുത്ത് പറിക്കാൻ പാകത്തിനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഉരുണ്ട് വീണതാണോ ഇവർ പറിച്ച് താഴ്ത്താണോന്ന് അറിയില്ല. പഴയ സാധനങ്ങൾ, ചീഞ്ഞ ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കാണാനും പറ്റുന്നുണ്ട് നമുക്ക്. ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ഉണ്ടല്ലോ മീനിക്കുട്ടിയുടെ അനിയത്തിക്കുട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. 2 മീറ്റർ സെയിം ഗാഡി. പുള്ളിക്കാരൻ നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നതാണ്. ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഒരേ റൈഡ് തന്നെയാണ് ഹൈവേ കൂടി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഹൈവേയിൽ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ചായ കുടിച്ചിട്ട് വീണ്ടും മുമ്പോട്ടേക്കല്ല, ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ക്യാമ്പ് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പം ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പി പോവുകയാണ്. സൂര്യാസ്തമയം അടുക്കുന്നതോടുകൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആശങ്കയാണ് ഇന്നത്തെ ദിവസം ക്യാമ്പ് ചെയ്യാൻ എവിടെ സ്ഥലം കണ്ടുപിടിക്കും എന്നുള്ളത്. ഫ്രണ്ട്സ്, ഈ യാത്രയിലെ ആദ്യത്തെ പെട്രോൾ പമ്പിലെ ക്യാമ്പിങ് ദിവസമാണ് ഇന്ന്. കാരണം ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് വീടുകളൊക്കെ നോക്കിയിരുന്നു. പക്ഷേങ്കിൽ വീടുകളിലൊന്നും അടിക്കാൻ പറ്റുന്ന രീതിയിൽ, കാരണം ഭയങ്കരമായിട്ടുള്ള ചേരി ടൈപ്പുകളാണ്. അപ്പോൾ അടിക്കാൻ പറ്റുന്ന രീതിയിലൊന്നും കാണാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ എന്തായാലും
പമ്പിൽ ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു ഈ സൈഡിലൊക്കെ ആയിട്ട് നിങ്ങൾ അടിച്ചോ, കുഴപ്പമൊന്നും ഇല്ലയെന്ന് പറഞ്ഞേ. എന്തായാലും ഇതാ ഈ ഒരു പമ്പിൻ്റെ ഇങ്ങേ മൂലയ്ക്ക് പെട്രോൾ ടാങ്കുകളാണ് ഈ വരുന്നത്. അപ്പോൾ അത് കണ്ടിപ്പിച്ചല്ല, അതിനും കുറച്ചും കൂടി ഇപ്പുറമായിട്ട് ഈ ഒരു മൂല സൈഡിലായിട്ട് അടിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇവിടെ നമ്മളുടെ ബൈക്ക് കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലോറി ആണെങ്കിലും ബാക്ക് എടുത്തിട്ട് തട്ടാനുള്ള ചാൻസസ് ഒന്നുമില്ല. അപ്പോൾ ഓക്കെയാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളുടെ പെട്രോൾ പമ്പിലെ ക്യാമ്പിങ് കംപ്ലീറ്റ്. പക്ഷേ ഫ്രീക്ക് ഉറങ്ങിയിട്ടില്ല. ഫ്രീക്ക് യൂറിൻ ഇൻഫെക്ഷനൊക്കെ അടിച്ച് ആകെ കുറച്ച് സീനായിട്ടാണുള്ളത്. പെയിനായിരുന്നു, നല്ല വയറുവേദനയും ഇൻഫെക്ഷൻ്റെ പെയിനൊക്കെ നല്ല പോലെ ഉണ്ടായിരുന്നു. എന്നിട്ട് രാത്രിയൊക്കെ ഇരുന്ന് വെള്ളം കുടിച്ച് ബാത്റൂമിലൊരു 4-5 വട്ടം പോയി. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ പറ്റിയില്ല. അതിനിടയ്ക്ക് ഈ വണ്ടികൾ ഇങ്ങനെ ഇവിടം വരെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ ഇപ്പുറത്ത് ട്രെയിനാണെങ്കിൽ കണ്ടിന്യൂസ്. അത് കൂടാതെ ആ ഒരു ഭാഗത്ത് ഈ മതിലിൻ്റെ അപ്പുറമുള്ള ആ ഒരു ഭാഗത്ത് റെയിൽവേ ലൈനാണ് കേട്ടോ. രാത്രിയിൽ ഇങ്ങനെ നല്ല കീഴ DTS സൗണ്ടിൽ ട്രെയിൻ പോകുന്നു. കൂർക്ക വലിച്ച് ഉറങ്ങുമായിരുന്നു. എനിക്കൊക്കെ ശീലമായി. അതെനിക്ക് ജലദോഷമായിരുന്നു ഗൈസ്. എന്തായാലും ഉണ്ടല്ലോ, ഇന്ന് ഇനിയിപ്പം നമ്മളിതാ ഒഡീഷ കടന്നു. ഇവിടുത്തെ ഈ ഒരു പമ്പിൽ നിന്ന് ഇനിയിപ്പോൾ എണ്ണ അടിച്ചതിന് ശേഷം നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. മീനുക്കുട്ടി ഇന്ന് വലിയ രീതിയിൽ നനഞ്ഞിട്ടില്ല. കാരണം നമ്മളുണ്ടല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ് അടിച്ചത്. മരത്തിൻ്റെ ചുവട്ടിൽ അടിക്കുമ്പോൾ അത്രയ്ക്ക് വലിയൊരു മഞ്ഞുണ്ടാവില്ല. എന്തായാലും ഞാൻ രാവിലെ എണീറ്റ് വണ്ടിയിൽ ഇത് നമ്മളുടെ ചെയിൻ ലൂബ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എൻജിൻ ഓയിലൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം പെർഫെക്റ്റാണ്, സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ വാ റെഡിയാം, ടെൻ്റ് അടിക്കാം. നമ്മൾ മെയിൻ ഹൈവേ എന്നുണ്ടല്ലോ ഒരു ഡീവിയേഷൻ ഉൾഭാഗത്തേക്ക് എടുക്കുകയാണ്. പുരി പോകാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് ഹൈവേ കൂടിയും പിന്നെ ഒന്ന് ഉൾനാടുകളിൽ കൂടി. ഇവിടെ ഒരു ചിൽക്ക ലേക്ക് എന്ന് ഉണ്ട്. ആ ഒരു ലേക്കൊക്കെ ക്രോസ് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുമേ. അപ്പോൾ അതുവഴി ഒന്ന് പോയി നോക്കാം. നമ്മളെ ഉൾ റോഡിലോട്ട് കയറിയത് ഇച്ചിരി അബദ്ധമായോ എന്ന് സംശയമുണ്ട് കേട്ടോ. കാരണം റോഡുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടാണുള്ളത്. ഫുള്ള് കൃഷിയിടങ്ങളാണ് കേട്ടോ. ചെറിയ കുട്ടി ഗ്രാമങ്ങൾ നമുക്ക് മുമ്പിലേക്കായിട്ട് വരുന്നുണ്ട്. ഇത് ഞങ്ങൾ കാളവണ്ടിയല്ല, കാളയാണ് കുതിരയാണ്. എന്തായാലും വണ്ടികളൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നമ്മളങ്ങനെയുണ്ടല്ലോ ചിലിക്ക ലേക്ക് എന്ന് പറയുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ ഈ ഒരു ലേക്കിന് സമീപത്തോടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ തോണിയിൽ ഇങ്ങനെ മീൻ പിടിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് 2 മീൻ പൊരിച്ച് തിന്നാലോ. ഭയ്യ മച്ഛലി ഹേ, എങ്ങനെ തരും അവര്? वो रोड साइड में मिलेगा मछली लेने के लिए. ഇപ്പൊ തരില്ലെന്നാണ് പറയുന്നത്. ഇവര് ഹോൾസെയിലേ കൊടുക്കത്തുള്ളൂ പോലെ. ഓരോ നമുക്ക് തരത്തില്ല, നമ്മൾ പാവങ്ങൾ. 2 മീൻ മതി ചേട്ടാ, 2 മീൻ. അവര് തരില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നാണം കെട്ട് വീണ്ടും കഞ്ചാൻ നിൽക്കണ്ട. നമുക്ക് വീണ്ടും മുമ്പോട്ട് പോവാം. വേറെ മീൻ പിടുത്തക്കാരൻ നമ്മൾ പിടിക്കും. ഇതിലും നല്ല വലിയ മീൻ നമ്മൾ വാങ്ങും. ഒറീസയിലെ ഉൾനാടൻ കുട്ടി പട്ടണങ്ങളൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാവുക. അടുത്ത ചെറിയൊരു പട്ടണത്തിലേക്ക് കയറി. ഇതെല്ലാം നമ്മുടെ ചിലിക്ക ലേക്കിന് തീരത്ത് തന്നെയുള്ളതാണ്. ഇത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ചിലിക്ക ലേക്കിൻ്റെ തീരത്തേക്ക് എത്തും. ഇവിടെ ഓലമേഞ്ഞ കടകളാണ് കേട്ടോ. നമ്മൾ അടുത്ത ഗ്രാമത്തിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ഒരു ചേച്ചി മീനും വിറ്റുകൊണ്ട് വരുന്നുണ്ട്. അയ്യോ അതൊന്ന് ഓഫ് ചെയ്യോ? ഇത് മറ്റേ അയ്യോ ഇത് ഇവിടുത്തെ മച്ചിലേടി. समुद्र मछली है ना? इधर का मछली नहीं है? इधर का नहीं, समुद्र। ये कितना है? कितना है? 80 रुपये ना. 80 रुपये. 80 रुपये എന്ന് പറഞ്ഞാൽ 100 രൂപ. 100ആണോ? 4 കാണിക്കണം എന്താ? അത് തുറന്നു ചൂടാ. ഗാഡി
തൽക്കാലത്തേക്ക് നിഷ ഫൈനൽ ആക്കിയിട്ടുണ്ട്. രണ്ട് എത്ര 1 രൂപ അങ്ങനെ 40 രൂപയ്ക്ക്. അപ്പൊ ഇനിയിപ്പം മുറിക്കാനും കറിവെക്കാനും പറ്റുന്ന ഒരു സാധനം മേടിക്കണം. എല്ലാ കത്തിയുണ്ടല്ലോ. 2 മീൻ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുക്ക് ചെയ്യാൻ എവിടെ സ്ഥലം ഉണ്ടെന്നുള്ളത് കൂടി നോക്കണം. സ്ഥലം ജസ്റ്റ് നമുക്ക് വെള്ളം കിട്ടുന്ന ഒരു സ്ഥലം കിട്ടിയാൽ മതി. നമുക്ക് കത്തിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് തന്നെ മുറിച്ച് സെറ്റാക്കി വറുത്ത് വേണമെങ്കിൽ ചോറ് വെച്ച് കഴിച്ചിട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ രാത്രി ഇവിടെ തന്നെ ടെൻ്റ് അടിക്കേണ്ടി വരും കേട്ടോ. മീൻ വറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മളിതാ ഫെറിയുടെ എവിടെയൊക്കെ എത്തിച്ചേർന്നു. അയ്യോ അത് പണിയാ. ഇവിടെ ഞാൻ വെച്ച് ഫെറിയിൽ നിന്ന് വെച്ച് കഴിച്ചിട്ട് പോയാലോ. നമ്മുടെ ഉണ്ടല്ലോ പ്രൈവറ്റ് ബോട്ടുകൾ ഇപ്പോൾ പോകുന്നുണ്ട്. 90 രൂപ അവർക്ക് കൊടുക്കണം. അതല്ല ഗവൺമെൻറ്റിൻ്റെ ഫെറി ഉണ്ട്, അത് തോണിയാണ്. അല്ലാതെ ഫെറി ആയിട്ട് തന്നെയുണ്ട്. ഫെറി ആകുമ്പോൾ 40 രൂപ ഇതിനും അതുകൂടാതെ 5 രൂപ നമുക്കും ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പോകാൻ പറ്റും. അത് 4:45 ഇതിൻ്റെ ഉള്ളത്. സമയം 3:15 ആയതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സൈഡിൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ കുക്ക് ചെയ്ത് കഴിച്ചതിന് ശേഷം അപ്പോഴത്തേക്കും 4:45 ആവും ആ ഒരു ഫെറി പിടിച്ച് അപ്പുറം കിടക്കാന്നുള്ളത്. അത് രസമായിരിക്കുമല്ലോ. ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്നൊക്കെ കുക്ക് ചെയ്യാനൊക്കെ ഭയങ്കര ഒരു ഭംഗിയുള്ള പരിപാടിയായിരിക്കും. എന്തായാലും നമുക്ക് ആ ഒരു കാര്യം നോക്കാം. പിന്നെ ഇവിടം വരെ പോകും. ഈ സൈഡ് പോരെ. നമുക്ക് കുക്കിങ്ങിനുള്ള കിടലം പോലത്തെ സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഒരു പുഴക്കര കുക്കിംഗ്, പക്ഷേ ചിലിക്ക ലേക്ക് സൈഡ് കുക്കിങ്ങും കൂടി നമുക്ക് സെറ്റാക്കാം. എന്നാൽ തുടങ്ങിക്കോ, പണി തുടങ്ങിക്കോ. അത് തുറന്ന ഇത് വൃത്തിയാക്കുന്നത് ഉണ്ണിയമ്മ വെള്ളം ചൂടാക്ക്. ഫ്രഷ് മീനാ തോന്നുന്നല്ലേ, ചോരയെല്ലാം പൊടിയുന്നുണ്ടല്ലോ. ഫ്രഷ് അതുണ്ടല്ലേ. നമ്മുടെ പുതിയ സ്റ്റൗ, പുതിയ കുക്കർ, പുതിയ എല്ലാത്തിൻ്റെയും ഉദ്ഘാടനമാണ്. കുക്കർ വേണ്ട ഇന്ന്, ഇതിൻ്റെ കുക്കറിൻ്റെ ആവശ്യമില്ല. എന്താ നമ്മുടെ മസാല സാധനങ്ങൾ, എണ്ണകൾ ഒക്കെ വെക്കുന്നത് ഇതിൻ്റെ അകത്താണ്. എന്താ ഈ ഒരു കുപ്പിക്കകത്ത് നിറച്ച് മസാലയുണ്ട്. അപ്പോൾ എന്താ മീൻ ഇവിടെ മുറിച്ച് സെറ്റാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കുന്നത്, അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വറുത്തെടുക്കാൻ കൂടുതൽ മസാലയും പിടിക്കും. അതുകൂടാതെ നമ്മുടെ ഗ്യാസ് എല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിൻ്റെ ആവശ്യമില്ല, കുക്കർ എല്ലാം അകത്തുണ്ട്. ഇത് ശരിക്കും ഒരു അടുക്കള അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി വന്ന പോലെയാണ് കേട്ടോ. നമ്മളുടെ ഒരു ബോക്സ് ഇറങ്ങി വരുമ്പോൾ ഉള്ള ആ ഒരു എഫക്റ്റ് ഉള്ളത്. ചിന്തിക്കുക നിങ്ങൾ അത്രയും പൈസ കൊടുത്തിട്ട്, പക്ഷെ നമ്മുടെ ആവശ്യം നടക്കണല്ലോ അല്ലേ. ഇപ്പം വളരെ ഈസി ആയിട്ട് കാണുന്നില്ല. നമ്മളുടെ പഴയ ആ ഒരു ബേഗ് സെറ്റപ്പ് ആണെങ്കിൽ ഇത്ര ഈസിക്കൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മടിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ല. ഇത് പക്ഷേ ഭയങ്കര ഈസി ആയതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കാറ്റെന്ന് പറഞ്ഞാൽ നല്ല വട്ടം കറങ്ങി കാറ്റ്. അവസാനം നമ്മളിവിടെ കണ്ടൊരു പലക എടുത്തതാ നമ്മളുടെ മീൻകുട്ടിയുടെ സൈഡിനോട് ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ ഇത് സ്റ്റവ് കൊണ്ട് വെച്ചു. ഇപ്പോൾ വിഷയമില്ല. അപ്പോൾ മീൻകുട്ടി മീനൊക്കെ വറക്കുന്ന ആ മണം അങ്ങോട്ട് കേൾക്കുക. ഹൈ, നല്ല വിശന്നിരിക്കുന്ന സമയത്തുണ്ടല്ലോ ഇതാ ഇതുപോലൊരു ചൂരയുടെ പീസ് ഇങ്ങനെ വറുത്തത് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ എടുത്ത് എന്തോ നല്ലോണം വിശന്നിട്ടാന്ന് തോന്നുന്നു. നല്ലൊരു ടേസ്റ്റ്. ഫ്രണ്ട്സ്, അടുത്തായിട്ടുണ്ടല്ലോ ഈ കർമ്മത്തിൽ ഏറ്റവും കോൺസെൻട്രേഷൻ വേണ്ടതും അതുപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള പാത്രം കഴുകൽ പരിപാടിയാണ്. അതെന്നും സുധിക്ക് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാം കഴുകിയതിന് ശേഷം പാത്രം എടുത്ത് എൻ്റെ കൈ തന്നിട്ട് കഴുകാൻ പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ, കാക്കകൾക്ക് ആണെങ്കിൽ അതിൻ്റെ ഒരു നന്ദിയില്ല. ഈ പാത്രം കഴുകിത്തരുന്ന വല്ല കാക്കകളും ഉണ്ടാവുമായിരുന്നെങ്കിൽ കുറച്ച് ഫുഡ് അതുങ്ങൾക്ക് കൊടുത്തിട്ട് നമുക്ക് പാത്രമൊക്കെ കഴുകി കിട്ടുമായിരുന്നു. ഇപ്പം മീനൊക്കെ ഒരുമാതിരി നാറ്റം. വിശപ്പുണ്ടായിരുന്ന മീനൊക്കെ നല്ല മണമായിരുന്നു, സുഗന്ധം. ഇത് എൻ്റെ ഡയലോഗല്ല, എനിക്ക് പറഞ്ഞതാ. ഇന്നത്തെ ദിവസത്തെ അവസാനത്തെ ഗവൺമെൻറ്റിൻ്റെ ജങ്കാർ ഇതാ വന്ന് നിന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്ന് വണ്ടികളൊക്കെ ഇറക്കി പോയതിന് ശേഷം നമ്മൾ കയറ്റി അകത്തേക്ക് വിടും. ഇതിനനുസരിച്ചാണ് കേട്ടോ ഇവിടെയുള്ള ആളുകളുടെ ജോലി സമയവും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇവിടെ കൃഷിയിടമുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് അപ്പുറത്തെ സൈഡിലും കൃഷിയിടം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമസ്തേ വയ്യ. ഇതിൻ്റെ അടുത്തുള്ള ചെറിയ ഇതുണ്ട് ഒരു ആൽമരം. അതുകൂടാതെ ചെറിയ തട്ടുകടകൾ. ഇതിവിടുത്തെ ഹോട്ടൽ, ഈ വയ്യയുടെ ഹോട്ടലാണ് കേട്ടോ. ഈ വയ്യ ആദ്യം നമ്മളോട് പറഞ്ഞ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഹോട്ടലിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ ഇതങ്ങ് ദൂരെയുള്ള അവിടെ പോയിട്ടുണ്ടാക്കിയത് കേട്ടോ. ഇതാ ഈ വലിയ ബസ്സൊക്കെ ഉണ്ടല്ലോ, അത് ജങ്കാറിൽ ഇറങ്ങി വന്നതാണ്. കുറേ കാറൊക്കെ ഉണ്ട്. ശരിക്കും ഉണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ചെറിയ 2 തോണിക്കകത്ത്, നമ്മളന്ന് മാജുലിയിൽ നിന്ന് പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിലും ചെറിയ തോണിക്കകത്ത് ഇവിടെ ബൈക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ബൈക്കും ആളുകളൊക്കെ പോകുന്ന തോണി ഇതാണ്. നമ്മളുടെ ജങ്കാർ ഇതുണ്ടോ, ജങ്കാർ വലിയ ഗടാഗടിയ സാധനം നമ്മുടെ കൊച്ചിയിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളുടെ മീനുക്കുട്ടീനെ കയറ്റിയിട്ടുണ്ട്. മീനുക്കുട്ടീനെ സംബന്ധിച്ച് ഫസ്റ്റ് ടൈമാണ് ജങ്കാർ എക്സ്പീരിയൻസ്. നമ്മുടെ പ്രഭാകരനെ സംബന്ധിച്ച് കയറി പ്രഭാകരൻ അങ്ങോട്ട് തഴമ്പിച്ച്. ഈ വണ്ടിയാണെങ്കിൽ ഈ ജങ്കാറാണ് തുരുമ്പിച്ച്. അങ്ങെത്തും.
അങ്ങനെ വീണ്ടും ചിലുക്കാലേക്ക് നമുക്ക് മുമ്പിൽ. നമ്മൾ കഴിഞ്ഞ തവണ പോകുമ്പോൾ നമുക്കൊരു ഭാഗ്യം ഉണ്ടായിരുന്നു, ഇവിടുത്തെ ഡോൾഫിനെ കാണാൻ പറ്റിയിരുന്നു. ഇത്തവണയും ആ ഒരു ഭാഗ്യം കൂടെ ഉണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയല്ല, ഒരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ പേരിൽ നീ ഉള്ളതുകൊണ്ട് അതുങ്ങൾ ജീവനം കൊണ്ട് ഓടിയിട്ടുണ്ടാവും കേട്ടോ. എങ്ങനെ ഈ ഡോൾഫിൻ എന്ന് പറഞ്ഞാൽ മൂക്ക് കൊണ്ടാണോ ഡോൾഫിൻ്റെ വാല്? നമ്മളങ്ങനെ ഉള്ളത് എൻഡിലേക്ക് എത്താറായി, പക്ഷെ നമുക്കിന്ന് ഭാഗ്യമില്ല, ഡോൾഫിനെ കിട്ടിയില്ല. നമ്മളുടെ കൂടെ വന്ന പുറകിലിരുന്ന് ഫോൺ വിളിക്കുന്ന ചേട്ടൻ പറഞ്ഞായിരുന്നു പുള്ളിക്കാരൻ ഡോൾഫിനെ പിടിച്ചിട്ടുണ്ടെന്ന്. നല്ല മത്തിക്കറിച്ച മുളകിട്ട് വെച്ചാൽ പൊളിക്കുമെന്നാണ് പറഞ്ഞാൽ. അല്ല, പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ മുളകിട്ട കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രണ്ട്സ്, നമുക്കിതാ ഡോൾഫിൻ്റെ കാഴ്ച മുന്നിലേക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടാ ഡോൾഫിൻ ഉണ്ട് എന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ, ആക്ച്വലി ഡോൾഫിൻ ഉണ്ട്, ഞാൻ കണ്ട്. ക്യാമറ കിട്ടി. അതാ 2-3 ഉണ്ട്. ഇത് അവിടെ നിന്ന് ഇപ്പോൾ പോകും. ഇതുണ്ടോ കണ്ടാ, ഓളം തള്ളി പോകുന്നുണ്ടോ, തള്ളി പോകുന്നുണ്ടോ, അതാണ് ഡോൾഫിൻ. ഇതാ നമുക്കുണ്ടല്ലോ ഇവിടെ നിന്നും ഒരു സ്പോൺസർഷിപ്പിൽ മസാലപ്പൂരി കിട്ടി. അവിടെ നിന്നുള്ളൊരു ദീദി, ഇതുണ്ട് നിഷാനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദീദി വാങ്ങി തന്നെയാണ്. നിഷാൻ നൈസായിട്ട് ഇന്ന് രാത്രിക്കത്തെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ദീദിയുടെ വീട് ഇതിൻ്റെ അടുത്തെങ്ങാനും ആണെങ്കിൽ അവിടെ ഇവിടെ സംഘടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതും കൂടി നോക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ ഭയ്യ, ഫിർമിലെങ്കെ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ അക്കരെ. മിഷൻ സക്സസ്ഫുൾ ആയോ ഇല്ലയോ എന്നറിയില്ല. ഏറ്റവും അവസാനം കയറിയതുകൊണ്ട് നമുക്ക് ഏറ്റവും ആദ്യത്തിന് തൊട്ട് മുമ്പായിട്ട് ഇറങ്ങാൻ പറ്റി. എന്തായി ദീദി എന്താ പറഞ്ഞേ? എങ്ങനെ തണുത്ത കുടിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതിലെ വിഷയം. തണുത്ത കുടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ സൈഡിൽ ഒതുങ്ങിക്കൂടും. മിഷൻ സക്സസ് ആയില്ല, നമുക്ക് താമസിക്കാനുള്ള സ്ഥലം കിട്ടിയില്ല. പോകുന്ന വഴിക്കുണ്ടല്ലോ നമുക്ക് ഏതെങ്കിലും വീട്ടിൻ്റെ സൈഡിൽ കയറി നോക്കാം. അതായത് അവിടെ എന്താണെന്ന് വെച്ചാൽ ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭയങ്കര മടിയാണ്. നമ്മൾ ക്യാമറയുടെ മുമ്പിലല്ലാതെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ വിഷയമൊന്നും നിങ്ങളെയും കൂടി കാണിക്കാൻ പറ്റിയില്ലെങ്കിലേ പിന്നെ നമ്മൾ പോകുന്നത് കൊണ്ടൊരു അർത്ഥമില്ല. അപ്പം നമുക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ലൈവായിട്ട് ചോദിച്ചിട്ട്, ഇനിയിപ്പോൾ അധികം ഓടാനില്ല, എവിടെയെങ്കിലും പെട്ടെന്ന് തന്നെ കൂടിയേ പറ്റൂ. കാരണം സൂര്യനൊക്കെ അസ്തമിച്ചു, ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇന്നലത്തെ പോലെ വീണ്ടും ഓടി നമ്മൾ പെട്രോൾ പമ്പ്, ഇവിടെ ആണെങ്കിൽ അത്രയും വലിയ പെട്രോൾ പമ്പൊന്നും ഇനി അടുത്തൊന്നും കിട്ടാനും വഴിയില്ല. യാത്രി നിവാസ്, ഇവിടെ യാത്രി നിവാസൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇവിടെ ഉണ്ടല്ലോ റോഡിൽ മറച്ച് മുഴുവൻ കാലി എന്ന് പറഞ്ഞാൽ കക്കാലികൾ, മുതുക്കാലികൾ. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും വാങ്ങാതെ ഇത്രയും നേരമായിട്ട് ഞങ്ങൾ ഓടി ആകെ ഒരു 5 കിലോമീറ്റർ ഓടാൻ പറ്റിയത്. കാരണം ഇതുപോലെ വഴി കണ്ടെത്തി പോകുക എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഇവിടെയുള്ള റോഡ്. ഗുഡ് മോർണിംഗ്. നമ്മളങ്ങനെ ഇപ്പോൾ എത്തിയേക്കുന്നത് പുരിയിലേക്കാണ്. ഇന്നലെ ഓടി തളർന്ന് രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് നമ്മൾ ഇവിടെ എത്തി. ഈ പശുക്കളെ കൊണ്ട് തന്നെ മോനെ ഞാൻ ഇതുപോലെ പശുവിനെ പ്രാഗി ഒരു ദിവസം ഉണ്ടായിട്ടില്ല കേട്ടോ. വഴിയിൽ ഓരോന്ന് നിൽക്കണമെന്നല്ല, ഇതിങ്ങനെ കാടിളകി വന്ന പോലെ ഒരു സ്ഥലത്ത് തന്നെ ഒരു 10, 30, 40 പശുക്കൾ ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഒന്നും കൂടെ മാറിയിട്ട് ഒരു 100 മീറ്റർ മാറിയിട്ട് അതേപോലെ ഫുള്ള് പശുവിൻ്റെ ഒരു ഇതായിരുന്നു. അങ്ങനെ വന്നു, ഇവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് റൂം എടുത്തു, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉറങ്ങിയിട്ട് ഇതാ രാവിലെ എണീറ്റ്. പുരി ബീച്ചാണ് നമ്മളുടെ ബേക്കിലായിട്ട് കാണുന്നത്. പുരി ഉണ്ടല്ലോ ഭയങ്കര ക്രൗഡറാണ്. നമ്മളൊരു 2 വർഷം മുമ്പ് പുരിയിലേക്ക് വന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അത് വെച്ച് നോക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു 100 ഇരട്ടി ആളും ബഹളവും ഒക്കെ ആയിട്ട് ഇതാണ്. പുരി അങ്ങോട്ട് ജനസാഗരമായിട്ടാണുള്ളത്. പുരിയിലുണ്ടല്ലോ ഈ ഒരു ബീച്ചല്ലാതെ വേറൊരു ബീച്ച് കൂടിയുണ്ട്, നമുക്ക് രണ്ടിടത്തോട്ടും പോകാം. ഇപ്പോൾ നമ്മൾ നേരിടുന്നൊരു വെല്ലുവിളി, ഇത്രയും ക്രൗഡ് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഇവിടെയൊക്കെ നമ്മളൊരു വണ്ടി വെച്ച് പോയാലും ഈ വണ്ടിയിലെ സാധനങ്ങളൊക്കെ അനുസരിച്ച് കിട്ടുമെന്നുള്ളൊരു കാര്യത്തിൽ നല്ല പേടിയുണ്ട്. ഇവിടുന്ന് ഇറങ്ങുവാണോ? നമ്മളുണ്ടല്ലോ നമ്മൾ ഫുഡ് കഴിച്ചാൽ അവിടുത്തെ ദീദിനോട് പറഞ്ഞ് ഇച്ചിരി നേരം ഒരു 10 മിനിറ്റ് നമ്മുടെ വണ്ടി ഒന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പോയി കണ്ടിട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളിത് ആ പുരിയുടെ ആ ഒരു തിരക്കിലോട്ട് അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ.
ഇവിടെ ഉണ്ടല്ലോ ബീച്ചിൻ്റെ സൈഡിൽ ഇത് കണ്ടോ ഫുള്ള് ഒരു നമ്മുടെ ഒരു മാർക്കറ്റ് അല്ലേ, നമ്മളുടെ ഒരു മാർക്കറ്റ് അങ്ങോട്ട് സെറ്റ് ചെയ്തേക്കാണ് കേട്ടോ. അത്രയ്ക്ക് ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് നമ്മൾ വരാനുള്ള വഴി കണ്ടെത്തണം കേട്ടോ. ആ അപ്പോൾ ഇതെല്ലാം അടച്ചു വെച്ചിട്ടുള്ള ഇത് ഇവരുടെയൊക്കെ ലോക്ക് ശരിക്കും ഇങ്ങനെയാണ് കേട്ടോ. അത് ഇങ്ങനെ ഇട്ടിട്ട് പ്ലാസ്റ്റിക് ഇട്ട് ഒരു കയറിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ലോക്കായി, ആരും എടുത്തിട്ട് പോകത്തില്ല. ഓ, പുരിയിലുണ്ടല്ലോ ജഗന്നാഥ ടെമ്പിള്, അതുകൂടാതെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കൊണാർക്കിലെ സൺ ടെമ്പിള്. ഇങ്ങോട്ടൊക്കെ വരുന്ന ആളുകളൊക്കെ പുരി ബീച്ചിൽ കൂടി വന്നിട്ടേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഈ ബീച്ചിന് ഇത്രയും തിരക്ക്. ക്യാമൽ റൈഡ്, കുറേ ആക്ടിവിറ്റികൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ പുറത്തു നിന്നുള്ള ആളുകൾ, വിദേശികളൊക്കെ വളരെ കുറവാണ്. ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ കേട്ടോ. നമുക്ക് കടൽ നോക്കി ഒരു ചായ കുടിച്ചിട്ട് ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് തുടങ്ങാം. അമ്പലമൊക്കെ കണ്ടു വന്നതിൻ്റെ ആ ഒരു ക്ഷീണം എല്ലാവരും മാറ്റുന്നത് ഇതാ ഇവിടുത്തെ ഈ ഒരു ബീച്ചിലൊരു കുളി പാസ്സാക്കിയിട്ടാണ്. അതിൽ പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ അമ്മൂമ്മമാർ വരെ കുളിക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡ്രസ്സൊക്കെ പോകുന്നത് ഭയങ്കര പരസ്യമായിട്ടാണ് കേട്ടോ. അത് സ്ത്രീകളും എല്ലാവരും ശരി ഇപ്പൊ തിന്നേനെ. ഇവിടെ ഉണ്ടല്ലോ ആക്ച്വലി ഈ ഭാഗത്ത് കാണിച്ചു കൊടുത്തേ അധികം നനഞ്ഞിരിക്കുന്നുണ്ടില്ലേ, ഇതിൽ പാതി മുക്കാൽ പാശി ഒരു തുപ്പി കുട്ടിയതാണ് കേട്ടോ. അതിന് തുപ്പുന്ന സമയത്ത് ഒരു വെള്ളം കൂടെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ ആ തുപ്പലിലെ മണ്ണെടുത്തിട്ട് കുറേ പേര് അവിടെ ഇരുന്നിട്ട് മണ്ണപ്പം ചുട്ട് കളിക്കുന്നുമുണ്ട്. സമയം ഒരു 10:30 അത്യാവശ്യം വെയിലിന് ചൂടൊക്കെ ഉണ്ട് എങ്കിലും ഉണ്ടല്ലോ നമുക്ക് ആ ഒരു ക്ഷീണം ഫീൽ ചെയ്യില്ലേ. കാരണം ഇത്രയും ആൾക്കാർ ഇവിടെ നിന്ന് അങ്ങോട്ട് എൻജോയ് ചെയ്യുമ്പോഴേ നമുക്കും ഒരു വെയിലൊന്നും ഒരു ഫീലേ ആകുന്നില്ല. സാധാരണ എല്ലാ പ്രാവശ്യം പോകുമ്പോൾ ഞാനാണ് പർച്ചേസിങ്ങിൽ ഇറങ്ങുക. ഇപ്പോൾ എന്തായാലും സുധിയാണ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് അട പിടിച്ചേക്കുന്ന സുധിയാണ്. അതൊന്നല്ല, ഈ വിനിയും തന്നെ നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. ഞാനൊരു 3-4 ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരിക്കുക. ഒരു വെറൈറ്റിക്ക് ഇതെങ്ങനെയുണ്ട്? നന്നായിട്ട് കൊള്ളാം. പക്ഷെ കുറച്ച് വലുതാണോ എന്നൊരു സംശയം. കുറച്ചധികം വലുതാണോ സംശയം. ഇതാണ് ഇത് ചുരുങ്ങുന്നു. കോട്ടനാണെന്ന് അലക്കി കഴിഞ്ഞാൽ ചുരുങ്ങുന്നു. അലക്കിയാലേ ചുരുങ്ങുള്ളൂ കേട്ടാ. പക്ഷെ ഇതൊന്നും അത്ര ചുരുങ്ങും. ഇതുണ്ട്, ഇത് ഇത്രയുണ്ട്. ബീച്ചിന് സൈഡിൽ കൂടിയുള്ള പാരലൽ റോഡ് ഇതാണ്. റൈറ്റ് സൈഡിൽ ബീച്ച്, ലെഫ്റ്റ് സൈഡിൽ ഇഷ്ടംപോലെ റൂംസ് ഉണ്ട്. പക്ഷേ ഇങ്ങോട്ടുള്ള കത്തി റേറ്റ് എന്ന് പറഞ്ഞാൽ കത്തി റേറ്റ് ആണ്. അത് കൂടാതെ പറഞ്ഞാൽ ഇവരുടെ ചെക്കൗട്ട് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുലർച്ചെ 7 മണി, രാവിലെ 7 മണി അല്ലെങ്കിൽ 8 മണിക്കാണ് കേട്ടോ. അതിന് കുറച്ച് കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ എക്സ്ട്രാ പൈസ വാങ്ങുവേ. ബ്ലൂ ഫ്ലാഗ് ബീച്ചിലേക്കുള്ള റോഡിലോട്ട് നമ്മൾ കയറി. അപ്പോൾ ഇവിടെ അതിന് തന്നെ എൻട്രി ഫീ ഉണ്ട് കേട്ടോ. എൻട്രി ടിക്കറ്റ് വേറെ ഉണ്ട്. എത്ര രൂപയായിരുന്നു എൻട്രി വാങ്ങിയത്? 20 രൂപ പെർ പേഴ്സൺ എൻട്രി വാങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല വൃത്തിയുള്ള ബീച്ചാണെന്ന് തുടക്കം തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്നും നമ്മൾ ചെല്ലുന്ന സമയത്ത് സൈഡിൽ അവിടെയൊക്കെ തന്നെ ആയിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ്, നമ്മളുടെ കൊണാർക്ക് ടെമ്പിളിൽ ആ ഒരു റൗണ്ടില്ലേ ചക്രം, ആ ഒരു ചക്രത്തിൻ്റെ സിമ്പിളൊക്കെ ഇവിടെയുണ്ട്. ഇതെന്തായാലും പൂർത്തിയാണ്. അത്ര നമ്മൾ നേരത്തെ ആ ഒരു പുരി ബീച്ചിൽ കണ്ടത്രയും തിരക്കുമില്ല. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ശരിക്കും ഉണ്ടല്ലോ ഈ പുരി വരുന്ന ആൾക്കാരെ പുരിയിൽ ആ ഒരു ബീച്ചിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വന്നാൽ മാത്രം മതി. കാരണം ബീച്ചൊന്നും അവിടെ നിന്ന് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് ശരിക്കും യഥാർത്ഥമായിട്ടുള്ള നല്ല ശാന്തസുന്ദരമായിട്ടുള്ള പുരി ബീച്ച്. ബ്ലൂ ഫ്ലാഗ് ബീച്ച് നമ്മളുടെ നോർമൽ പുരി ബീച്ചിനോട് ചേർന്ന് തന്നെയാണ്. നമ്മളുണ്ടല്ലോ കൊണാർക്ക് ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്ക് ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളുണ്ടാവും. നാട്ടിലെവിടെയാ? ഞങ്ങൾ മലപ്പുറം. പേര് പറഞ്ഞു? റാഷിദ്. ഓക്കെ, ശരി. ഒന്നും കാണുന്നില്ല കേട്ടോ, മൊത്തം ഹെൽമെറ്റ് മാത്രമേ കാണുന്നുള്ളൂ എല്ലാവരുടെ. ഇവരുണ്ടല്ലോ നോർത്ത് ഈസ്റ്റ് ഒക്കെ പോയി കറങ്ങി തിരിഞ്ഞ് വരികയാണ്. ഇനിയിപ്പം എങ്ങനെ നിങ്ങളുടെ റൂട്ട്? ഞങ്ങൾ തിരിച്ച് ചെന്നൈക്ക് തന്നെ പോകണം. ഞങ്ങൾ 2 ദിവസം കൊണ്ട് ചെന്നൈയിലെത്തും. 2 ദിവസം കൊണ്ട് എത്തും. ഒരു ദിവസം വിശാഖപട്ടണം, ഒരു ദിവസം വിജയവാഡി നിന്നിട്ട് ചെന്നൈ. ആണോ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ യാത്ര? സുഖമായിരുന്നു. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നതാണോ? ഞങ്ങൾ വർഷത്തിൽ 2 പ്രാവശ്യം പോകും. ആണോ? റോഡ് ട്രിപ്പ്? ജനുവരിയിലും. ഓക്കെ. ഇവള് ഇപ്പൊ ജോലി ഇല്ല, അടുത്ത ഈ വർഷം നോക്കുന്നുണ്ട്. ആ, എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓൾ ദ വെരി ബെസ്റ്റ്. നമ്മളുടെ പുരി ജഗന്നാഥ ടെമ്പിളിൻ്റെ അവിടെ നിന്ന് ഏകദേശം 1 മണിക്കൂർ ഓട്ടം ഉണ്ട് കേട്ടോ നമ്മളുടെ ഈ ഒരു കൊണാർക്ക് ടെമ്പിളിലേക്ക്. ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എത്രയാണോ പാർക്കിംഗ് ഫീസ് ഒക്കെ?
ഇത് അതിൻ്റെ ഉള്ളിൽ ബൈക്ക് പാർക്ക് ചെയ്ത് ഒരു ഷോർട്ട് കട്ട് അടിച്ചിട്ട് ഞങ്ങളിത് ഇപ്പുറം ചാടിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പറയാൻ വേണ്ട, നമ്മൾ മാത്രമേ അങ്ങനെ വന്നിട്ടുള്ളൂ, ബാക്കി എല്ലാവരും നല്ല വഴിക്കൂടെ. പക്ഷെ ബാക്കി ആരും ബൈക്കും കൊണ്ട് വന്നില്ലല്ലോ, നമ്മളല്ല ബൈക്കും കൊണ്ട് വന്നത്. അവിടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. 40 രൂപ ആണ് ടിക്കറ്റ് ഒരാൾക്ക് വരുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നോക്കി അവിടെ നിന്ന് മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു ബയ്യാജി പറഞ്ഞു ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ഒരു 35 രൂപയ്ക്ക് കിട്ടും, 30 രൂപയ്ക്ക് കിട്ടും, അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ 40 രൂപയ്ക്ക്. നമ്മളെന്തായാലും ഡിജിറ്റൽ ഇന്ത്യ ആണല്ലോ, അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ നടന്ന് ഇതാ സൺ ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സൺ ടെമ്പിളിനെ പറ്റി കൂടുതലായിട്ട് ഫ്രീക്ക് പറഞ്ഞു തരും. പണി കഴിച്ചത് 13ാം സെഞ്ചുറിയിലാണ്. അതൊരു രാജാവ്, നരസിംഹദേവ രാജാവാണ് ഇതിന്റെ പണി കഴിച്ചത് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് കുറേ കെട്ടുകഥകളുണ്ട്. ഈ ഒരു അമ്പലം ഉണ്ടല്ലോ രഥത്തിന്റെ ഷേപ്പിലാണ് പണിതേക്കുന്നത്. അതായത് ഈ അമ്പലത്തിന്റെ ഒരു ടോപ്പ് ഭാഗം ഒരു രഥത്തിൽ വലിച്ചു കൊണ്ടുപോകുന്ന രീതിയിൽ. അതിന് ചക്രങ്ങളൊക്കെ ഉണ്ട്, നമുക്കത് ഉള്ളിൽ ചെല്ലുമ്പോൾ കാണാൻ പറ്റും. അത് കൂടാതെ ഉണ്ടല്ലോ ഈ ഇതിൻ്റെ ഒരു ടോപ്പ് ഭാഗം ഉണ്ടോ, പണ്ടുള്ളവർ പറയുന്നത് ഇതിൻ്റെ ടോപ്പ് ഭാഗത്ത് ഒരു കാന്തികമായിട്ടുള്ള ഒരു കല്ലുണ്ടായിരുന്നെന്നും ആ ഒരു കല്ലായിരുന്നു ഇതിനെല്ലാം ചേർത്ത് പിടിക്കുന്ന ഒരു സാധനമെന്നും. അതുകൂടാതെ ഇതിൻ്റെ സൈഡിൽ കൂടി കപ്പലിൽ പോകുന്ന ആളുകളുടെ ഈ ഒരു കോമ്പസുകൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു കാന്തിക മണ്ഡലം വഴിതെറ്റിച്ചിരുന്നുവെന്നും അതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ ആളുകൾ വന്നിട്ട് ആ സാധനം എടുത്തു കളഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. ആ എടുത്തു കളഞ്ഞതുകൊണ്ട് ഇതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് പ്രശ്നമായിരുന്നു. അങ്ങനെ ഈ ഒരു ടെമ്പിൾ പതുക്കെ ക്ഷയിച്ച് തുടങ്ങി എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാഴ്ചകളുണ്ട്, നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. ക്ഷയിക്കുന്നു എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ, കാരണം ഇവിടുത്തെ ഉപ്പുകാറ്റേ അടിച്ചിട്ട് ഇത് കണ്ട ഈ കല്ലെല്ലാം പതുക്കെ തേഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കുണ്ടല്ലോ ആദ്യമേ പോയിട്ട് ഇവിടുത്തെ ചക്രമില്ലേ, ചക്രം ഒന്ന് കണ്ടിട്ട് വരാം. അതാണ് മെയിനായിട്ടുള്ള നമ്മൾ പുറത്തുനിന്നുള്ള ആളുകൾ കണ്ടിട്ടുള്ള ചിത്രം. കയറി വരുന്നപാടെയുള്ള കോംപ്ലക്സ് ഇതാണത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടിപ്പുറയായിട്ട് ഇതാണ് മെയിനായിട്ടുള്ള അമ്പലത്തിൻ്റെ ഭാഗം. ശരിക്കും ഭയങ്കര ഹ്യൂജ് നിർമ്മിതിയാണ് കേട്ടോ. ഈ കാണുന്ന കല്ലുകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നതല്ല എന്നാണ് പറയുന്നത്, വേറെ എവിടെ നിന്നോ കൊണ്ടുവന്നതാണ്. അമ്പലത്തിൻ്റെ ബാക്കി ഭാഗങ്ങളുള്ള ഈ നിർമ്മിതികളൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം തകർന്നതും തകർക്കപ്പെട്ടതും ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ സംതിങ് മറ്റെന്തൊക്കെ ഉണ്ടായിരുന്നതാണ്, അതൊക്കെ പോയിട്ടുണ്ട്. മെയിൻ ടെമ്പിളിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാം ആ ഒരു രഥത്തിൻ്റെ ചക്രം കണ്ടോ, രഥം വലിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി ഉള്ളത്. കുറേ ചക്രങ്ങളുണ്ട്. ഇവിടെ ഉണ്ടല്ലോ അമ്പലത്തിൻ്റെ മെയിൻ ഫ്രണ്ട് ഭാഗത്ത് തന്നെ സ്ട്രക്ചറിലൊക്കെ ഈ പഴയ കാമസൂത്രയുടെ പ്രതിമകൾ ഇങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇതുപോലുള്ള ഇത്രയും ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളുടെയൊക്കെ പുറത്ത് ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളിപ്പം കർണാടകയിലൊക്കെ ഓരോ അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെയും കാണാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊത്തി വെക്കുന്നുണ്ട്, അതിനെ കലയായിട്ടും. പക്ഷേങ്കിൽ ഇപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനെ വൃത്തികേടായിട്ടും കാണുന്നുണ്ട്. അതെന്താണ് അങ്ങനെയെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അതും ഒരു പ്രതിമ മാത്രമല്ല, അത് ഇതുപോലെ ഇതിന് ചുറ്റുമായിട്ട് ഇഷ്ടം പോലെ അതുപോലത്തെ പ്രതിമകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മൾ പറഞ്ഞ ആ ഒരു രഥം കണ്ടില്ലേ, ഇതാണ് രഥം. രഥത്തിൻ്റെ മേലെയാണ് അത് ആ കാണുന്ന അമ്പലം. അപ്പോൾ രഥത്തിൻ്റെ ചക്രങ്ങൾ ഇതാണ്. ഈ ഒരു ചക്രത്തിലുണ്ടല്ലോ നിഴല് ഈ സൂര്യൻ്റെ വീഴുന്നതനുസരിച്ച് അതിൻ്റെ നിഴലിനനുസരിച്ച് ഇതിൻ്റെ സമയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അത് കൂടാതെ ഉണ്ടല്ലോ നിങ്ങൾ ഉണ്ടെങ്കിൽ കാണുന്നതുകൊണ്ട് മൈന്യൂട്ടായിട്ടുള്ള ചെറിയ കൊത്തുപണികൾ വരെ ഈ ഒരു ചക്രത്തിലുണ്ട് കേട്ടോ. അതുണ്ടോ പോയിന്റ് മുത്തുമണികളൊക്കെ കോർത്ത് വെച്ചേക്കുന്ന പോലെ കല്ല് കൊത്തി ഉണ്ടാക്കിയേക്കുന്നതാണ്. ടോട്ടൽ 24 ചക്രങ്ങളാണുള്ളത്. ഇത് കണ്ടോ. അതുകൂടാതെ ആ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കി ആ ഒരു പ്രതിമ മാത്രം പാറക്കല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സംതിങ് കളർ ഡിഫറെൻ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഒരു വണ്ടിക്കാരൻ പുറകെ വന്ന് കൊത്തി റോഡിന് നടുക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. കുട്ടിയുടെ ഫസ്റ്റ് ചോദിച്ച ബോക്സ് അറിഞ്ഞല്ലേ. ഫൈനലി നമ്മളിതാ അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. ഒഡീഷയിലെ ബാലസോർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇന്നലെ ഉണ്ടല്ലോ വരുന്ന വഴിക്ക് മുഴുവൻ മഴയും വെള്ളവും ചെളിയും. അതിനിടയ്ക്ക് നമ്മളൊന്ന് വീഴുകയൊക്കെ ചെയ്തു. വീണതല്ല, ജസ്റ്റ് വണ്ടി നിർത്തിയ സമയത്ത് പുറകിലൊരു ആൾ വന്നിട്ട് കുത്തിയിട്ടതാണ് മീനുക്കുട്ടിയുടെ ആദ്യത്തെ വീഴ്ചയും. ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഇവരെന്താ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുന്നത്, നമ്മൾ പഴയ പോലെ ഗ്രാമങ്ങളിലോട്ടൊന്നും ഇറങ്ങി ചെല്ലുന്നില്ലല്ലോ എന്നൊക്കെ. ആക്ച്വലി നമ്മളുടെ ഒരു യാത്രയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെയും കൂടി ഞങ്ങളുടെ കൂടെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ഓട്ടമാണെന്നുള്ളത്. അപ്പം ഈ ഒരു ഓട്ടം നമ്മൾ നേപ്പാളിലേക്കാണ് ആദ്യം പോകുന്നത്. കാരണം അധികം ഡിലേ ഇന്ത്യയിൽ ചെയ്യാതെ നേപ്പാളിൽ എത്രയും പെട്ടെന്ന് എത്തിയിട്ട് അവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് വേണം വീണ്ടും തിരിച്ച് നമുക്ക് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം ആ ഒരു ഹൈവേ പരിപാടി ഒന്ന് വേഗം ആസ് സൂൺ ആസ് പോസിബിൾ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈം എത്ര ആണെങ്കിലും ടൈം എടുത്ത്
റിലാക്സ് ചെയ്ത് ബാക്കി വില്ലേജുകളൊക്കെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ ടൈം കളഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് നേപ്പാളിൽ പോരാത്തതിന് നമ്മുടെ ഏപ്രിൽ മാസത്തെ ബാച്ചിന് നമുക്ക് പോകേണ്ടതാണ്. അപ്പോൾ ടൈം നമുക്ക് പരിമിതിയാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നോ വറി. ഓക്കെ, പിന്നെ ഉണ്ടല്ലോ ഇപ്പം നമ്മൾ ഒഡീഷയെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആരെയും ഓർമ്മ വരുന്നത്? നമ്മൾ ഒഡീഷയിൽ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കാഴ്ചകൾ അവിടുത്തെ കാട്ടുകളിലും ഗ്രാമങ്ങളിലൊക്കെ പോയി കണ്ടിരുന്നു. അപ്പം ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്കറിയാം ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്നത് ആരെയാണെന്നുള്ളത്. അപ്പോൾ ആ ആളുടെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിയേക്കുന്നത്. ഒരുപിടി നല്ല കാഴ്ചകൾ ഇനി നമുക്ക് വേണ്ടി ഇവിടെ കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ആൾ ആരാണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. ആ ആളുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, സീ യു. സ്നേഹം മാത്രം കേട്ടോ, കൂടെ ഉണ്ടാവിടെ.